സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ. കേരളത്തിന്റെ താൽപര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയും ഒരു വിഭാഗം നേതാക്കളും ഇപ്പോഴും ബോധവാന്മാരല്ലെന്ന് വിമർശനം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന കാണാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് ചെറുതാകരുത്. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് നിഷേധാത്മക കേരള വിരുദ്ധ നിലപാടാണെന്നും EP ജയരാജൻ 24-നോട് പറഞ്ഞു. LDF കൺവീനർ EP ജയരാജൻ ചേരുകയാണ് 24-നൊപ്പം. കോമ്രേഡ്, ഈ സമരം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തല വിമർശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇതിന്റെ ഭാഗമാകുന്നുമില്ല. എങ്ങനെ പ്രതികരിക്കുന്നു? കേരളത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും ബോധവാന്മാരല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികമായ വിഹിതം, അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. കേരളത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുന്നു. പദ്ധതികളോ പുതിയ സംരംഭങ്ങളോ ഒന്നും കേരളത്തിന് നൽകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വിറ്റഴിക്കുന്നു. എയിംസ് പോലുള്ള ആരോഗ്യരംഗത്തെ സ്ഥാപനങ്ങളൊന്നും കേരളത്തിനില്ല. കേരളത്തിൽ എയിംസ് ഇല്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. അതുപോലെ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ തുടരുകയാണ്. ഇതൊന്നും കാണാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ചെറുതാകാൻ പാടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെ കേരളം വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ആ കാര്യങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തി കേരളത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തെ പോലെ ചിലർക്കും സാധിക്കാത്തതാണ് ഇന്ന് കോൺഗ്രസിന് വന്നിട്ടുള്ള അപജയം. ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. എന്നിട്ട് പോലും ദേശീയ ഇടതൈക്യത്തിന്റെ ഭാഗമായ RSP, CPI, ML ഒപ്പം തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ ക്ഷണിച്ചില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അല്ല, ഇത് പാർട്ടികളുടെ ഒരു കോർഡിനേഷനായിട്ടല്ല. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും നടത്തുന്ന സമരമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെയാണ് ക്ഷണിച്ചത്. ഗവൺമെൻറ് മുഖ്യമന്ത്രിമാരെയാണ് ക്ഷണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ചില ദേശീയ നേതാക്കൾ, ആ ദേശീയ നേതാക്കളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുക്കും. അതങ്ങനെ പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോർഡിനേഷനായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിന്റെ പ്രതിഷേധം വൻ വിജയമാകുമെന്നും ദേശീയ തലത്തിൽ തന്നെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ജനങ്ങൾ മറുപടി നൽകും എന്നുമാണ് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കുന്നത്. ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.